മേക്കപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കും ഒരുപാട് ആളുകൾ. പ്രത്യേകിച്ച് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും നമ്മുടെ മുഖത്ത് ഹൈലൈറ്റ് ആവുന്നത് നമ്മുടെ കണ്ണുകൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ കണ്ണിൻ്റെ മേക്കപ്പ് എപ്പോഴും കുറച്ചുകൂടെ എക്സ്ട്രാ കെയർ കൊടുത്ത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ ഐ മേക്കപ്പ് കുറച്ചുകൂടെ ഭംഗിയാക്കാനും അതുപോലെ തന്നെ ഐ മേക്കപ്പ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ മുഖത്ത് പ്രൈമറി ഇട്ട് സെറ്റ് ചെയ്യാറുണ്ടല്ലോ, ഒരു ബേസ് ആയിട്ട് മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ കണ്ണിന് ചുറ്റും പ്രൈമറി യൂസ് ചെയ്യണം ഐ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത്. കാരണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. അതുപോലെ തന്നെ നല്ല ഒരു സോഫ്റ്റ് ആയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാനും പറ്റും ഇങ്ങനെ പ്രൈമർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഒരുപാട് ഓയിലി സ്കിന്നുള്ളവരാണ് നിങ്ങളെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൈമറിൻ്റെ ഉപയോഗം ഒന്ന് സ്കിപ്പ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് അളവിന് അത് യൂസ് ചെയ്യാം. പ്രൈമർ ഇട്ടതിന് ശേഷം നമുക്ക് ഒരു ബേസ് ആയിട്ട് ഐ ഷാഡോ കളേഴ്സ് ഏതെങ്കിലും, അതായത് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളതും സ്കിന്നിനോട് ചേർന്നിട്ടുള്ള ഏതെങ്കിലും ഒരു കളറ് ബേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ നല്ല ഒരു ബേസാണ് കണ്ണിന് മേക്കപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട്. ഇതും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കൺസീലർ കണ്ണിൻ്റെ ബേസ് ആയിട്ട് യൂസ് ചെയ്യാം. നമ്മളൊരു ബിഗിനർ ആയിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക് ഷെയ്ഡ്സ് ഉപയോഗിച്ച് മാത്രം നമ്മുടെ കണ്ണിൻ്റെ മേക്കപ്പ് ആരംഭിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കുറച്ചുകൂടെ എക്സ്പേർട്ടായി എല്ലാ കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കി കഴിയുമ്പോൾ മാത്രം കണ്ണിൻ്റെ മേക്കപ്പ് കുറച്ചുകൂടെ ഇഷ്ടമുള്ള കളേഴ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഒരു ബിഗിനർ ആയിരിക്കുമ്പോൾ എപ്പോഴും ബേസിക് ഷെയ്ഡ്സ് വെച്ചിട്ട് ആരംഭിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കണ്ണിൻ്റെ മേലെ ഹൈലൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സ്കിൻ ഷെയ്ഡുമായിട്ട് കുറച്ചുകൂടെ ലൈറ്റർ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് വേണം ഐ മേക്കപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട്. കണ്ണ് കുറച്ചുകൂടെ എടുത്തു കാണിക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഐ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള ബ്രഷുകൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകൾക്ക് വേണ്ടിയിട്ട് ഐ മേക്കപ്പ് ചെയ്യുമ്പോഴും പലതരത്തിലുള്ള ബ്രഷുകൾ ഐ മേക്കപ്പിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ബിഗിനറാണ് നമ്മളെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് കണ്ണിന് വേണ്ടിയിട്ട് കൈകൾ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജൊക്കെയാണ്, ഓക്കെ കൈകളെല്ലാം നമുക്ക് ബ്രഷ് യൂസ് ചെയ്ത് പരിചയമുണ്ട് എന്നാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ബ്രഷുകൾ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ഓരോന്നിനും ഓരോ ബ്രഷ് ആയിരിക്കും. ചിലപ്പോൾ ഐലൈൻ ചെയ്യുന്നതിന് ഒരു ബ്രഷ്, അതുപോലെ തന്നെ ഒന്ന് സ്മഡ്ജ് ചെയ്യുന്നതിന് വേറെ ബ്രഷ്, അങ്ങനെ ഓരോന്നിനും ഓരോ ബ്രഷുകളാണ്. അത് തിരിച്ചറിഞ്ഞ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ കണ്ണുകൾക്ക് വേണ്ടിയിട്ടും നമുക്ക് കോൺടൂർ ചെയ്യാവുന്നതാണ്. നമ്മളെപ്പോഴും ചീക്കിലും അതുപോലെ തന്നെ നമ്മുടെ ജോ ലൈൻസിലൊക്കെ നമ്മൾ കോൺടൂർ ചെയ്ത് കൊടുക്കാറുണ്ടായിരിക്കും. അതുപോലെ തന്നെ ചിലർക്ക് നെറ്റ് കൂടുതലാണെങ്കിൽ നെറ്റിയുടെ ഭാഗത്തൊക്കെ ആയിട്ട് കോൺടൂർ ചെയ്ത് കൊടുക്കാറുണ്ടായിരിക്കും. അതുപോലെ തന്നെ കണ്ണുകൾക്കും കോൺടൂർ ചെയ്യാം. നമ്മുടെ കണ്ണിൻ്റെ ഔട്ടർ കോർണറിൽ നിന്ന് വേണം നമ്മൾ കോൺടൂർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇത് കണ്ണിന് കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവ് ആക്കാനൊക്കെ ആയിട്ടും അതുപോലെ കണ്ണെടുത്ത് കാണാനൊക്കെ ആയിട്ടും സഹായിക്കുന്നുണ്ട്. സോ കോൺടൂർ ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ഐലൈനറിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഐലൈനർ എപ്പോഴും ബ്ലാക്ക് ഷെയ്ഡ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ പല കളറിലുള്ള ഐലൈനറുകളുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാകും വൈറ്റ് കളറിലുള്ള ഐലൈനർ. അത് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് ചില ഡ്രസ്സുകളുടെ കൂടെയൊക്കെ വൈറ്റ് കളർ ഐലൈനർ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ലാഷസ് ആണ്. കുറച്ചുകൂടെ ഐ ലാഷസ് തോന്നിക്കണം എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐ ലാഷസ് യൂസ് ചെയ്യാം. ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഐ ലാഷസ് വാങ്ങുമ്പോൾ അതിൻ്റെ ലെങ്ത് കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ അറിയാമെങ്കിൽ കട്ട് ചെയ്തെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ലെങ്ത് വെച്ചിട്ടുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസ്കാര യൂസ് ചെയ്യുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഐ ലാഷസ് വെക്കുന്നില്ല, നിങ്ങൾക്ക് ഫേക്ക് ഐലാഷസ് വേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐലാഷസ് തന്നെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് മസ്കാര യൂസ് ചെയ്യാവുന്നതാണ്. മസ്കാര യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ നമ്മുടെ കണ്ണുകൾ ഒന്നുകൂടെ ഭംഗിയാക്കാനും അതുപോലെ കണ്ണുകൾ വിടർന്ന പോലെ ഇരിക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ കൺപീലികളുടെ മുകൾ ഭാഗത്തും താഴെ നിന്ന് മുകളിലേക്കും ഒക്കെ മസ്കാര യൂസ് ചെയ്യണം പ്രോപ്പറായിട്ട്. നമ്മുടെ താഴത്തെ കൺപീലികളിലും നമ്മൾ മസ്കാര പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മസ്കാര വെച്ചിട്ട് തന്നെ ഐലാഷസ് ഒന്ന് കേൾ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അങ്ങനല്ല, നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എക്സ്ട്രാ കേൾ വരണം എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ ലാഷസ് കേളർ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ കൺപീലികൾ കുറച്ചുകൂടെ മുകളിലേക്ക് വിടർന്ന രീതിയിൽ നല്ല ഭംഗിയുള്ള രീതിയിൽ തന്നെ നിൽക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. സോ വേണമെന്നുണ്ടെങ്കിൽ ഐ ലാഷസ് കേളർ കൂടെ യൂസ് ചെയ്യാവുന്നതാണ്.
നിങ്ങൾ ഒരു മേക്കപ്പ് ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ചില ഇൻഫോർമേഷൻസ് ആണ് ഇപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി ഐ മേക്കപ്പിനെ കുറിച്ച്. നിങ്ങളൊരു എക്സ്പേർട്ട് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെന്ന് വരില്ല. അപ്പോൾ മേക്കപ്പ് ബിഗിനേഴ്സിന് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.